ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പേടിച്ച് അരണ്ടുകൊണ്ട് സുഗ്രീവൻ അമാത്യന്മാരോട് പറഞ്ഞു, ഇവർ തീർച്ചയായും ബാലിയുടെ ചാരന്മാരാകും. ഈ ദുർഗമ മാർഗത്തിൽ ഘോരാരണ്യത്തിൽ മരവുരിയും ധരിച്ച് കപടവേഷത്തിൽ വരികയാണ്. വില്ലാളി വീരന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരെ സുഗ്രീവ സജീവന്മാരും കണ്ടു. ആ പർവ്വത പാർശ്വത്തിൽ നിന്ന് മറ്റൊരു ഗിരിശൃംഗത്തിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടി. മന്ത്രിമാർ 4 പുറവും നിന്ന് യൂതപശ്രേഷ്ഠനായ കപിവര്യനെ രക്ഷിക്കുവാൻ തയ്യാറായി. ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു ഗിരിശൃംഗത്തിലേക്ക് എല്ലാവരും ഒന്നിച്ചു ചാടിയ ഊക്കിൽ മല പോലും ഒന്ന് കുലുങ്ങി. മഹാശക്തന്മാരായ കപികളുടെ ചാട്ടത്തിൽ പൂത്തും കായ്ച്ചും നിൽക്കുന്ന വൻമരങ്ങൾ കൂടി കടപുഴകി. മാനുകൾ, പുലികൾ, കാട്ടുപൂച്ചകൾ എന്നീ മൃഗങ്ങൾ നടുങ്ങി നിന്നു. ബാലിയുടെ കാപട്യം ആണിതെന്ന് സംശയിച്ച് പേടിച്ച സുഗ്രീവനോട് വാഗ്മിയായ വായുപുത്രൻ പറഞ്ഞു, ബാലിയെക്കുറിച്ചുള്ള പരിഭ്രമം ആർക്കും ഉണ്ടാകരുത്. ഋഷ്യമൂക പർവ്വതം ആണിത്. ഇവിടെ ബാലിയിൽ നിന്ന് ഒട്ടും ഭയപ്പെടേണ്ട. വാനര രാജാവായ അവിടുന്ന് ഏതൊരാളെ പേടിച്ച് ഇങ്ങോട്ട് ഓടിപ്പോകുന്നുവോ ആ ക്രൂരസ്വരൂപിയും ക്രൂരനുമായ ബാലിയെ ഇവിടെയെങ്ങും കാണുന്നില്ല. അഗ്രജനാണെങ്കിലും പാപിയായ ബാലിയെയാണല്ലോ അവിടത്തേക്ക് ഭയം. ആ ദുഷ്ടനെ ഈ പരിസരത്തിലെങ്ങും കാണാത്തതിനാൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. മരഞ്ചാടികൾക്ക് ഉണ്ടാകുന്ന ആലോചനക്കുറവ് അവിടത്തേക്കും ഉണ്ടായി എന്നു മാത്രം. മനസ്സ് ചഞ്ചലമായപ്പോൾ ബുദ്ധിമാനാണെങ്കിലും വിവേകം അവിടത്തേക്ക് അല്പം കുറഞ്ഞുപോയി. വിജ്ഞാനിയും മതിമാനുമായ അവിടുന്ന് ഇംഗിതങ്ങൾ അറിഞ്ഞ് നിർവഹിക്കണം. ആലോചന അല്പം പോലും പിഴച്ചാൽ, ബുദ്ധി പതറിയാൽ രാജാവിന് എല്ലാവരെയും ഒതുക്കി ഭരിക്കുവാൻ സാധിക്കില്ല. ശ്രീ ഹനുമാന്റെ സദ്വാക്കുകൾ കേട്ട സുഗ്രീവൻ അതേപോലെ തന്നെ ഉത്തരം പറഞ്ഞു. ആജാനുബാഹുക്കളായ ഇവരെ നോക്കൂ. നീണ്ട കണ്ണുകൾ, വാൾ, വില്ല് തുടങ്ങിയ ആയുധങ്ങൾ. ദേവകുമാരതുല്യരായ ഈ യുവകേസരികളെ കണ്ടാൽ ആർക്കാണ് ഭയം തോന്നാതിരിക്കുക? ബാലിയുടെ ചാരന്മാരാകാൻ വിരോധം ഇല്ലാത്തവരാണ് ഈ പുരുഷ പുങ്കവന്മാർ. ഗൂഢസഞ്ചാരികളായ ശത്രുക്കളെ ഏതൊരാളും മനസ്സിലാക്കി വയ്ക്കണം. അല്പന്മാരെ വിശ്വസിച്ചാൽ തഞ്ചം കിട്ടിയാൽ അവർ ചതിക്കും, അടികൂടും. ബാലി കാര്യങ്ങളിലെല്ലാം അതിബുദ്ധിമാനാണ്. സഹായം കുറഞ്ഞ ശത്രുക്കളെ ബുദ്ധിവിചക്ഷണനായ രാജാവ് നിഗ്രഹിക്കും. അതുകൊണ്ട് അവരെ അറിയണം. പ്രാകൃതനായൊരുവനെ പോലെ ഹനുമാൻ തന്നെ അവരുടെ അടുത്തു ചെന്ന് സ്വരൂപം, ഭാവം, ചേഷ്ട, സംഭാഷണം എന്നിവയാൽ ഉള്ളു അറിയണം. നിർമ്മല ഹൃദയന്മാരാണെന്ന് ബോധ്യം വന്നാൽ എൻ്റെ പ്രതിനിധിയായി അവരോട് വർത്തമാനങ്ങൾ ആരാഞ്ഞ് അറിയൂ. ധനുർബാണ പാണികളായി ഈ വൻകാട്ടിൽ വരുവാൻ കാരണമെന്ത് എന്നറിയണം. അവർ ദുഷ്ടതയുള്ളവരോ അല്ലയോ എന്ന് സംഭാഷണം കൊണ്ട് അറിയാമല്ലോ. വാനരേന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ആഞ്ജനേയൻ ശ്രീരാമലക്ഷ്മണന്മാരുടെ സമീപത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. ഭീതനായിട്ടാണ് സുഗ്രീവൻ ഇത്രയും പറഞ്ഞതു തന്നെ. അതിപ്രഭാവശാലിയായ ഹനുമാൻ അമിത ബലവാനായ ലക്ഷ്മണനോടൊത്തു നിൽക്കുന്ന ശ്രീരാമസന്നിധിയിലേക്ക് സാനന്ദം നടന്നു. മഹാത്മാവായ സുഗ്രീവൻ്റെ അഭിപ്രായം തികച്ചും മനസ്സിലാക്കിയ മാരുതി ഋഷ്യമൂകാചരാഗ്രത്തിൽ നിന്ന് ദശരഥനന്ദനന്മാർ ഉള്ള സ്ഥലത്തേക്ക് ചാടി. അമിത ബുദ്ധിമാനായ വാനരേന്ദ്രൻ ആലോചിച്ചു, ഏതെങ്കിലും ചതി സംഭവിച്ചാലോ? വായുപുത്രൻ കപിരൂപം ഉപേക്ഷിച്ചു ഒരു സന്യാസിയുടെ വേഷത്തിൽ മാറി. ഏറ്റവും വിനയത്തോടെ അനിലാത്മജൻ രഘുവീരന്മാരുടെ സമീപത്തു ചെന്ന് നമസ്കരിച്ച് മനോഹര വാക്കുകൾ കൊണ്ട് അവരെ സ്തുതിച്ചു. ആ സത്യപരാക്രമികളോട് സാദരം യഥേഷ്ടം നിർഭയം ചോദിച്ചു, അമേയ തേജസ്വികളായ തിരുമേനിമാർ രാജർഷിമാരാണോ, ദേവന്മാരാണോ? മനോമോഹന രൂപരായ നിങ്ങൾ വ്രതചര്യയിൽ താപസവൃത്തി ആർന്നതിനും ഈ ഘോര കാനനത്തിൽ വന്നു ചേർന്നതിനും കാരണം എന്താണാവോ? ക്രൂരങ്ങളായ കാട്ടുമൃഗങ്ങൾക്കും കാടന്മാർക്കും കൂടി ഭയമേകുന്ന നിങ്ങൾ പമ്പാതീരത്തുള്ള തരുവൃന്ദങ്ങളെ നോക്കിക്കൊണ്ട് നിർമ്മല ജലവാഹിനിയായ പമ്പയെ തന്നെ പ്രശോഭിപ്പിക്കുന്നു. അമിതധീരന്മാരും കനകനിറം ഉള്ളവരും എന്നാൽ വൽക്കലാദികൾ ധരിച്ചവരും ഈ മൃഗങ്ങൾക്കു കൂടി പരിഭ്രമം ഉണ്ടാക്കുന്ന പരിക ഭുജന്മാരുമായ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിങ്ങനെ ദീർഘനിശ്വാസമിടുവാൻ കാരണമെന്ത്? സിംഹത്തിൻ്റെ നോട്ടം പോലെയുള്ള നോട്ടം, മൃഗരാജനേക്കാൾ പരാക്രമം, മഴവില്ല് തൊഴുന്ന ചാപം, ഏതു ശത്രുവിനെയും നിഷ്പ്രയാസം ജയിക്കുവാനുള്ള പ്രാഗൽഭ്യം, അതുല്യമായ അഴക്, അചിന്ത്യമായ ശ്രീ മതഗജത്തിൻ്റെ തുമ്പിക്കൈ പോലെയുള്ള ബാഹുക്കൾ, മഹാവൃഷഭ വിക്രമം, അമിത തേജസ്, ഇങ്ങനെ പുരുഷോത്തമരായ ഭവാന്മാരുടെ കാന്തി കൊണ്ട് ഈ മാമല തന്നെ തിളങ്ങുന്നു. ഈ ദുർഗമ വനത്തിൽ ജടാഭാരവും ഏന്തിക്കൊണ്ട് ദേവസന്നിഭരായി സഞ്ചരിക്കുന്ന ഭവാന്മാർ നാടുവാഴേണ്ടവരാണ്, സംശയമില്ല. രൂപസാദൃശ്യം ഒത്തിണങ്ങിയ നിങ്ങൾ ദേവലോകത്തിൽ നിന്ന് പമ്പാ തീരവന ശോഭ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നവരെ പോലെയാണ് തോന്നുക.
അല്ലെങ്കിൽ സൂര്യനും ചന്ദ്രനും മനുഷ്യരൂപമെടുത്ത് എതിർച്ചയ ഭൂമിയിൽ വന്നതുമാകാം. ദിവ്യാഭരണജാലങ്ങൾ അണിയേണ്ട ദേവതുല്യരായ നിങ്ങൾ മനുഷ്യരൂപത്തിൽ നടക്കുന്നത് എന്താണ്? അലങ്കാരങ്ങൾ അണിയാത്തതെന്ത്? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.